വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്, 3 ജാതിപത്രി, 3 തക്കോലം, 2 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, പിന്നെ 3 ടേബിൾ സ്പൂൺ പട്ട ചെറിയ പീസാക്കി പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്, മിക്സിയിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ ഷാജീര, പിന്നെ ഒരു 6 ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കേണ്ട, ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ജാതിക്കാണ് എടുത്തിട്ടുള്ളത്, വലിയ ജാതിക്കാണെന്നുണ്ടെങ്കിൽ പകുതി ഇട്ടാൽ മതി കേട്ടോ. ജാതിക്ക് ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് വീട്ടിൽ ഗരം മസാല പൗഡർ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബേ ലീഫ് ഒന്ന് നമുക്ക് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു കുറച്ച് നേരം ഒന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഗരം മസാല ഒക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഗരം മസാല ഒക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.